welcome back to your channel. കുഞ്ഞി പറ. Hello guys, welcome back to channel. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ മൂന്നാർ വഴി മറയൂർ വരെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൊണ്ടെടുത്ത് വാരിക്കെട്ടി ബാഗിൽ കയറ്റി ഞങ്ങൾ ഇങ്ങനെ പോയി. അങ്ങനെ കുറെ ദൂരം ചെന്നപ്പോഴത്തേനും നടുവേദന. അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് എത്തിയപ്പോൾ ഈ ചേട്ടനെ കണ്ട. ഈ ചേട്ടനായി ഈ പട്ടിയെ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടു കിടക്കുന്നത്. ആ ബോക്സിനകത്ത് ഇങ്ങനെ വെച്ച് കെട്ടി ആ ചേട്ടൻ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും. ആ ചേട്ടൻ ഈ ചെരുപ്പിന്റെയും കുടയുടെയൊക്കെ പണിയുള്ളത്. ആ ചേട്ടൻ എവിടെയൊക്കെ പോകുന്നോ അവിടെ എല്ലാം ഈ പട്ടിയെ കൊണ്ടുപോകും. അപ്പൊ പട്ടിയെ താഴെ നിർത്തിയപ്പോൾ സമയത്ത് ആ കടയിലെ ചേട്ടൻ വന്ന് പട്ടിയെ എടുത്ത് മാറ്റി, മോശമാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അതെടുത്ത് മാറ്റി ഞങ്ങൾക്ക് പരിഭവമൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ചൂട് ചായക്ക് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുക. Hello guys, welcome back to your channel. ഞങ്ങളിപ്പോ എവിടെയാണുള്ളത്? അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേനും ഒരു 3-3:30 ആയപ്പോഴത്തേനും ഞങ്ങൾ മൂന്നാറെത്തി. നേരത്തെ ബുക്ക് ചെയ്ത ഹോട്ടലിൽ തന്നെ കയറി ഞങ്ങൾ താമസിച്ചു. അതിനുശേഷം രാവിലെ എണീറ്റ് ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം ആ ഏരിയയിലേക്കാണ് പോയത്. നമ്മൾ ഡാം കാണുക, പിന്നെ അവിടെ നല്ല സീനറീസ് ഉണ്ട്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതുപോലെ നല്ല അടിപൊളി ഏരിയ ആണ്, നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ റീൽസൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ആയിഷൊക്കെ അവിടെ നിന്ന് അങ്ങ് ചെത്തുവാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂന്നാറിൽ നിന്ന് കമ്പം തേനി പോകുന്ന റൂട്ടിലേക്കാണ് നമ്മളിന്ന് വന്നത്. ഒരുപാട് സൈറ്റ് സീയിങ്, നല്ല നല്ല കണ്ണിന് നല്ല മനോഹാരം, നല്ല സന്തോഷമേകുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കിടിലൻ ഒരു സ്പോട്ടാണ് മൂന്നാറിൽ നിന്ന് നമ്മൾ കമ്പം തേനി വഴിയുള്ള ആ ഒരു സ്പോട്ടെന്ന് പറയുന്നത്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഫോട്ടോ സെക്ഷനൊക്കെ ആയിരിക്കും. തേയിലത്തോട്ടത്തിനകത്തൊക്കെ നിന്ന് നല്ല സുന്ദരമായ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു സ്പോട്ടാണ് നമ്മൾ കമ്പം തേനി റൂട്ട്. മൂന്നാറിൽ നിന്ന് കമ്പം തേനി റൂട്ട് നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വന്നാൽ മതി. നമുക്ക് ഈ തേയിലത്തോട്ടത്തിനകത്ത്, എല്ലാ തേയിലത്തോട്ടത്തിൽ നിന്നും ഇറങ്ങത്തില്ല, ചില ഭാഗത്തൊക്കെ നമുക്ക് അതിക്രമിച്ച് കയറാമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ കയറി നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൂന്നാറിൽ നിന്ന് നമ്മൾ ദേവികുളം, കുമിളി, കമ്പം തേനി വഴി വന്ന ആ ഒരു റൂട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ റൂട്ടിലേക്ക് നമ്മൾ തിരിയുമ്പോൾ തന്നെ നമുക്കൊരു നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ഉണ്ട്. വൈകിട്ട് അവിടെ ഒരു വാട്ടർ ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വൈകിട്ട് പോയി കാണാം. ഒരുപാട് സീനറീസൊക്കെ നമുക്ക് തരാൻ പറ്റിയത്, അതുപോലെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലിനൊരു ഒരു വൺ ടൈം വാച്ചെങ്കിലും നമ്മളൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വട്ടമെങ്കിലും വന്ന് കാണണം. കണ്ടുപോയില്ലെങ്കിൽ നമുക്കതൊരു വലിയ നഷ്ടമായിരിക്കും. നല്ല രസമായിരിക്കും, വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഒരു വൺ ടൈം വാച്ചിനും പിന്നെ ഒരു ഫോട്ടോ സെക്ഷനും പറ്റിയ ഒരു മൂന്നാറിൻ്റെ നല്ലൊരു ഭാഗമായിട്ട് തന്നെ നമുക്കിനെ പറയാം. ഏകദേശം ഒരു 12:30 ആയപ്പോൾ സമയത്ത് നമ്മൾ വിചാരിച്ച് അവിടെ മൊത്തം കറങ്ങിച്ച് നേരെ ലക്കം വാട്ടർഫാൾസിൽ പോയി കിടന്നൊന്നും അറിയാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഉച്ചയാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, അപ്പം നമുക്ക് മാക്സിമം എൻജോയ്മെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ സമയം നോക്കിയത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 1 മണി. ആ മണ്ടക്കത്തെ ക്ലൗഡ് കണ്ട നമുക്കിനി ഒരുപാട് സ്ഥലം കയറാനുണ്ട്. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ നമ്മുടെ ലക്കം വാട്ടർഫാൾസ് എന്തോരം തണുത്ത് കിടക്കുമായിരിക്കുമെന്ന്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ലക്കം വാട്ടർഫാൾസ് തണുപ്പാണോ ചൂടാണോ എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഇപ്പം ഞങ്ങൾ ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി ആ ഒരു ഭാഗത്തായിട്ട് മാറിയിട്ട് ഞങ്ങൾ ഒരു 3-4 മാഗിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെന്താ പറയുക, പിന്നെ ഉള്ളത് ആയിഷ പറയും. തണുപ്പുണ്ട്. ഞങ്ങള് മാഗി കഴിച്ചിട്ട് കാറിൽ പോയിട്ട് ഞങ്ങള് വെള്ളച്ചാട്ടത്തിൽ പോയി. ഇവിടെ നല്ല ദൂരെയാണ് പോവാനായിട്ട്. ഇവിടെ നല്ല തണുപ്പും കാറ്റും, എല്ലായിടത്തും തണുപ്പും കാറ്റും തന്നെ. ഞങ്ങൾ വയറുനേരം മാഗിയൊക്കെ കഴിച്ചിട്ട് നേരെ ലക്കം വാട്ടർഫാൾസ് വെച്ച് പിടിക്കും. ഇപ്പം സമയം ഏകദേശം 1:30 ആയതേ ഉള്ളൂ. പക്ഷെ നല്ല ഫോഗുണ്ട്. ആയിഷ നമുക്ക് വേണ്ടി ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. നല്ല
മാഗിയാണ് ഞാൻ കഴിച്ച. നമ്മൾ മാഗി കഴിക്കാൻ സൂപ്പറാ. അപ്പൊ നമ്മൾ സ്വിമ്മിംഗ് പൂൾ കളിക്കാൻ പോവാ. എവിടെ പോന്നെ? നമ്മൾ ഇവിടെ ലക്കില് പോവാന്നോ? കളിക്കുവോ? മാഗി ഒക്കെ തിന്നായിരുന്നോ? മാഗി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ലക്കം വാട്ടർഫാൾസ് കയറിയിട്ട് അതുവഴി നമുക്ക് മറയൂര് കാന്തല്ലൂര് ഒക്കെ നമുക്ക് പോയി ചുറ്റി കാണാൻ പറ്റും. പിന്നെ ഒരു സജഷൻ പറഞ്ഞാൽ വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം, അതായത് ഇത് മുണക്ക് നല്ല കോടമഞ്ഞ് അല്ലെങ്കിൽ നല്ല മിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ വരണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഭയങ്കര മിസ്സായിരിക്കും. മൂന്നാറിൽ നിന്ന് നമ്മൾ മറയൂരോട്ടുള്ള ആ ഒരു ട്രാവലിങ്ങും പിന്നെ മറയൂർ ചെന്നിട്ടുള്ള ആ ഒരു വിഷ്വലും എൻ്റെ പൊന്നെ അടിപൊളിയാണ് കേട്ടോ. ആരും മിസ് ചെയ്യാതെ ഒരു തവണയെങ്കിലും ഈ ഒരു സമയത്ത്, അതായത് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കൊണ്ട് കഴിയുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന വെക്കേഷനിലൊക്കെ നിങ്ങളൊന്ന് വരാൻ ശ്രമിക്കും. ഓക്കെ, നമ്മൾ വാട്ടർഫോൾസ് എത്താറായിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, നമ്മൾ കുറെ ദൂരം ഓടി അവസാനം നമ്മൾ നമ്മുടെ ലക്കം വാട്ടർഫാൾസ് എത്തി. അങ്ങനെ നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു 100 മീറ്ററോളം നടക്കാനുണ്ട്. പക്ഷെ നമുക്ക് അടുത്തൊന്നും കൊണ്ട് ഇടാൻ പറ്റത്തില്ല. പ്രധാന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പാലമാണ്. ഈ പാലം ക്രോസ് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് എടുക്കുന്ന വാട്ടർഫോൾസാണ്. അപ്പോൾ പാലത്തിന് അപ്പുറം ഇപ്പുറം നമുക്ക് ഇടാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയാണോ നല്ല രീതിയിൽ നമുക്ക് വണ്ടി നമുക്ക് സേഫായിട്ട് ഇടാൻ പറ്റുന്നത് അവിടെ ഇടുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നടക്കണം. എല്ലാവരും നല്ല ത്രില്ലിങ്ങിലാണ് കേട്ടോ. വെള്ളം നല്ല തണുപ്പാന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ തർക്കവുമില്ല. കാരണം മണ്ടയ്ക്കൊക്കെ നല്ല ഫോഗാണ്. അങ്ങനെ കുറേ ദൂരം നടന്ന് ചെറുതായിട്ടൊരു പഴത്തിൽ ചവിട്ടി ഞാൻ വീഴുകയും ചെയ്ത്. അതിന് ശേഷം ഞങ്ങൾ നേരെ താണ്ട ലക്കം വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച കണക്ക് അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ദയവ് ചെയ്ത് റോഡിലൊന്നും പഴത്തിലുകളൊന്നും വാരിയിടരുത്. പഴത്തിലേക്ക് അവർ ഇട്ട് കഴിഞ്ഞതാ നമ്മളൊക്കെ ഇങ്ങനെ വീണതാ മുട്ടൊക്കെ താട്ടി ഇങ്ങനെ വരെ. വാണെടു വാ. അങ്ങനെ അച്ഛനും മോനും കൂടെ ലക്കം വാട്ടർഫാൾസിൽ ഇറങ്ങി. പക്ഷെ നല്ല സുന്ദരം തണുപ്പ്. നല്ല ഐസൊക്കെ തണുത്താരും തണുപ്പ്. ഒരു 10 അല്ല, ഒരു 2-3 ഡിഗ്രി ഇച്ചിരൂടെ തണുത്ത ഐസാവും. അതാ അവസ്ഥ. പക്ഷെ നമ്മൾ ആരായാലും കണ്ടിറങ്ങി പോകുന്നത്. ഇത്രയും നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഈ തണുപ്പ് സഹിച്ചിറങ്ങിയവരാ. രാജ അടുത്തായിട്ട് വരുന്നുണ്ട്. എപ്പോ വേണേലും ഇവിടെ ഇറങ്ങാം. കില്ലാടി രാജ ഇറങ്ങുമ്പോൾ ഒരു ആവശ്യം മാത്രമേ കാണത്തുള്ളൂ. ഇറങ്ങി കഴിഞ്ഞിട്ട് എന്തെന്നുള്ള നമുക്ക് നോക്കാം. ഈ തണുപ്പൊന്നും ഒരു വിഷയമല്ല എന്നുറക്കെ പ്രസ്താവിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ആയിഷ കിറ്റ് ചെയ്തു. അവൻ ഇറങ്ങിയപ്പോഴേ തണുപ്പടിച്ചപ്പോഴവൻ കിറ്റ് ചെയ്തു. പക്ഷെ കുഞ്ഞിപ്പെണ്ണ് ഇതുവരെ തകർന്നിട്ടില്ല. ആ ഒരു പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടത്തെ തീരുമെന്ന് എനിക്കറിയത്തില്ല. ആയിഷ സുല്ലിട്ടിരിക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് ഋഷിക വന്നിരിക്കുകയാണ്. നല്ല തണുപ്പായിട്ട് ഞാൻ ഇറങ്ങാതിരിക്കുക. അനുചേട്ടൻ ഇറങ്ങിയത് ആ തല കൈമിച്ച് അവിടെ നിൽപ്പുണ്ട്. പക്ഷെ എല്ലാരും ഇവിടെ ഇറങ്ങി ഓരോണ്ട് മുങ്ങാതെ ഇവിടുന്ന് പോത്തില്ല, അത് ഉറപ്പാ. ലക്കം വാട്ടർഫാൾസിലെ പൊളിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മറയൂര് വെച്ച് പിടിച്ചു. അവിടുന്ന് ഉച്ച സമയമാണേ, ആ സമയത്ത് തന്നെ നോക്കണം. എല്ലാം മിസ്റ്റാ. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും മിസ്റ്റ്. നമുക്ക് താഴോട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ആ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചിലതൊക്കെ അങ്ങ് ബ്ലർ ആവുകയാണ്. ദൂരെ നിന്ന് വരുന്ന വണ്ടി കാണാൻ പറ്റത്തില്ല. അടിപൊളി.
ഏകദേശം ഒരു 4 മണി ആയപ്പോഴത്തേന് നമ്മൾ ലക്കം വാട്ടർഫാൾസിൽ നിന്ന് താപ്പോട്ട് ഇറങ്ങി വരുമായിരുന്നു. നമുക്ക് മൂന്നാർ പഞ്ചായത്ത് കയറിയില്ല, പക്ഷെ നമുക്ക് റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഫോഗാണ്. ഫോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഫോഗ്, ഒന്നൊന്നരയല്ല, അതായത് വരി വരുന്ന വണ്ടികളൊന്നും വ്യക്തമായിട്ടൊന്നും നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. ആ രീതിയിൽ ഫോഗും കാര്യങ്ങളൊക്കെയാണ്. സെറ്റെന്ന് പറഞ്ഞാൽ സെറ്റ് മൂന്നാർ വിസിറ്റിന് മസ്റ്റ് ടൈം വിസിറ്റിന് പറ്റിയ ഒരു ടൈമാണ്. ഇതാണ് ഇപ്പോഴത്തെ മൂന്നാറിൻ്റെ അവസ്ഥ. ഇത് മൂന്നാറല്ല മൂന്നാർ പഞ്ചായത്തുമാർ. ഈ പഞ്ചായത്ത് ഏതാണ് ഇത് അറിയാം? നമ്മൾ മൂന്നാർ പഞ്ചായത്തുമാർ നമ്മൾ ലക്കം വാട്ടർഫാൾസിലേക്ക് പോകുമ്പോൾ നമ്മൾ വേറെ പഞ്ചായത്തിലേക്ക് കയറി. ആ പഞ്ചായത്തിലേക്ക് കയറി നമ്മൾ, അതായത് നമ്മളിപ്പോൾ ലക്കം വാട്ടർഫാൾസിൽ നമ്മൾ തിരിച്ച് വരിക. എക്സാക്ട് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം 4:15, കറക്റ്റ് 4:15. ഇതോ ബാക്കിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി നമുക്ക് മിസ്റ്റ് കാരണം കാണാൻ പോലും പറ്റുന്നില്ല. അതാണ് അവസ്ഥ. പൊന്നു മക്കളെ, ഇപ്പം വരാൻ, അതായത് മൂന്നാർ നിങ്ങൾക്ക് വരാൻ പറ്റിയ സമയം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സമയം. ഡിസംബർ ഒന്നും അല്ല, ഇതാണ് ദ റിയൽ ടൈം. തണുത്തിട്ടില്ല. നമ്മള് ഒരുപാട് നാള്, എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു 6-7 തവണ ഞാൻ മൂന്നാർ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അവസ്ഥ ആദ്യമാ. വറച്ചിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ചേച്ചി സ്വയം കെട്ടിപ്പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചി എങ്ങനെയുണ്ട്? ചേച്ചി മൂന്നാർ എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല കോടയാണ്, പരസ്പരം. ചേച്ചി കോട കലക്കുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്. അയ്യ കേട്ടോ, മൊത്തം ടങ്സിലിപ്പായിരിക്കും. കോടമഞ്ഞ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടി നീതും 2 വാക്ക് പറയുന്നതായിരിക്കും. തണുപ്പ് കാരണം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ക്ലൈമറ്റിലാണ് സത്യം പറഞ്ഞാൽ മൂന്നാർ കാണേണ്ടത്. താല്പര്യമുള്ളവർക്ക് വരാം ഈ സമയത്ത്. ഒരു തേയിലത്തോട്ടമാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ വന്ന സമയത്ത് നമുക്ക് താഴെ അറ്റം വരെ നമുക്ക് വ്യൂ കിട്ടുന്നൊരു തേയിലത്തോട്ടമായിരുന്നു. ഇതിപ്പോ നമ്മുടെ തൊട്ട് ഫ്രണ്ടിരിക്കുന്ന ഒരു 2-3 ആ ഒരു പോർഷൻ അല്ലാതെ പിന്നെ നമുക്ക് ഒന്നും കാണാൻ വയ്യ. ആ വണ്ടി കണക്ക് ഇങ്ങനെ വരുന്നത്. നല്ല തണുത്ത മയം, ആഴ്ച പൊളിക്കാൻ പറ്റിയ ഒന്നാം തരം കോടമഞ്ഞായപ്പോഴത്തേനും നമുക്ക് റോഡ് പോയിട്ട് വണ്ടി പോയിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ട് നമ്മൾ മറയൂരോട്ട് പോകുന്നത് സേഫ് അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ നേരെ താപ്പോട്ട് ഇറങ്ങി. നമ്മൾ താപ്പോട്ട് ഇറങ്ങി വരുന്നതനുസരിച്ച് നമുക്കുള്ള കോട, അതായത് നമ്മുടെ മിസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം നമുക്കെല്ലാം നല്ലോണം കാണാം. അങ്ങനെ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ ആ മാട്ടുപ്പെട്ട് റൂട്ടിൽ നമ്മുടെ ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡനിലെ വാട്ടർ ഷോ കാണാനായിട്ടുള്ള ടിക്കറ്റിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. ഈ വാട്ടർ ഷോ തുടങ്ങിയ സമയത്ത് ഭയങ്കര ആളാണ്. ഇതിനുമ്പോൾ പിന്നെ ഇവിടെ ആളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല ആൾക്കാരുണ്ട് ഇവിടെ കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ. അങ്ങനെ നമ്മൾ കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ഇതുപോലൊക്കെയുള്ള ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ വാട്ടർ ഷോ തുടങ്ങി. അങ്ങനെ 1 മണിക്കൂറോളം നീണ്ടിരിക്കുന്ന വാട്ടർ ഷോ ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം പാട്ടൊക്കെ ഇട്ടേക്കോട്ടോ. ഫുൾ വൈബാണ്. നമുക്കിവിടെ ആടാം, പാടാം, ഉല്ലസിക്കാം. അടിപൊളി വൈബാണ്. ഫാമിലി സെക്രട്ടറി വന്നാൽ ചില്ലാക്കും. ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് പോവാന്ന്. നാളെ വരും നമ്മൾ. അതെ, മാട്ടുപ്പെട്ടി ഡാമിലാണ് നമ്മൾ നാളെ പോകുന്നത്.
ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം കിടന്നൊന്ന് കറങ്ങിയിട്ട് അവസാനം മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഭാഗത്തേക്ക് വന്നേക്കുവാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കൊരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കയറിയതാണ്. ഈ ടീ ഫാക്ടറിയുടെ തന്നെ ചേർന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പം നമ്മളിനി പോകുന്ന വഴി അങ്ങോട്ട് അതിന് ടീ ഫാക്ടറി കയറും. പിന്നെ അതിൻ്റെ മാട്ടുപ്പെട്ടി ഡാം, ഇത് കഴിഞ്ഞൊരു എലിഫൻറ്റ് റൈഡ് പാർക്കുണ്ട്. അവിടെ കയറും. അത് കഴിഞ്ഞിട്ട് ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്. അഡ്വഞ്ചർ പാർക്കിൽ നമുക്ക് സിപ്പ് ലൈനും അങ്ങനെ ഒരുപാട് സൈക്ലിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ ഞങ്ങൾ അവിടെയും കയറും. അപ്പം പിന്നെ അവിടെ ഞങ്ങളുടെ ഫാക്ടറിയിലോട്ട് കയറാനായിട്ട് വന്ന സമയത്ത് നമുക്കിവിടെ അഡൽറ്റിന് 120 പിന്നെ കുട്ടികൾക്ക് 60 രൂപ വെച്ചാണ് നമ്മൾ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു മിഷൻസിനെ ഒന്നും അടുത്തൊന്നും കൊണ്ടുവത്തില്ല. ഇച്ചിരി ദൂരെ ഒന്നായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുപോയി കാണിച്ച് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് സമയം കുറയായതുകൊണ്ട് നമ്മൾ കയറുന്നില്ല, അടുത്ത സ്പോട്ടിലോട്ട്. ഞങ്ങൾ രണ്ടാമത് പിന്നെ എടുക്കാന്നുള്ള രീതിയിലൊക്കെ പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേന് പിന്നെ 12 മണിയാകുമ്പോഴേ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാരണം നമുക്ക് അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ കാണാനൊക്കെ 12 മണിക്കുള്ളൂ. അപ്പം നമുക്ക് തേയില ഉണ്ടാക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു 12 മണിക്കാകുമ്പോഴത്തേന് ഈ ഭാഗത്തോട്ട് വന്ന് കയറിയാൽ മതിയായിരുന്നു. ചായ കുടിക്കാനായിട്ട് പിന്നെ കിടന്ന് അടിച്ചടിച്ച് അവസാനം ചോക്കോബാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു. ഇതാ എല്ലാം കൂടെ മാറി. പക്ഷെ ഇതാ ഇവിടെ കള്ളക്കളി കളിക്കുന്നുണ്ട്. ചിലരൊക്കെ നല്ല കള്ളക്കളി കളിക്കുന്നുണ്ട്. ചോക്കോബാറും ചായ ചോക്കോബാറിനകത്ത് മുഖ്യത്തില്ല. എന്നാണ് ബാക്കി എല്ലാവരും ഉണ്ട്. നീയും ചതിച്ചാ? ഇത് മസാല ടീ. ചേച്ചി മസാല ടീ എങ്ങനെയുണ്ട്? മസാല ടീ തിരിച്ചു കൊടുത്താ? മസാല ടീ ദീവണ്ണൻ എടുത്ത് പറ്റിച്ചെന്നിട്ട് ചേച്ചി ലെമൺ ടീ വാങ്ങിച്ചു. സോ നൈസ്. ഞാൻ നല്ല രാശിയുള്ളവനായോണ്ടാണെന്നൊന്നും അറിയത്തില്ല, ഒന്നും പ്ലാൻ ചെയ്ത കണക്ക് നടക്കുന്നില്ല. അപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലോട്ട് പോകാനായിരുന്നു. പക്ഷേ മുടിഞ്ഞ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ ബ്ലോക്ക്. ഓഫ് ഡേയ്സിൽ നമ്മൾ മൂന്നാറോട്ട് വന്നാലുള്ള അവസ്ഥ ഇതായിരിക്കും. ബൈക്കാണെങ്കിൽ നമുക്ക് കുത്തി കയറ്റിയൊക്കെ എങ്ങനെ എടുക്കാം. പക്ഷേ കാറിലോ ബസ്സിലോ ഒക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 3-4 മണിക്കൂർ ഇത് പോണക്ക് ബ്ലോക്ക് കിടക്കേണ്ടി വരും. അവസാനം പോലീസുകാർ അങ്ങോട്ട് വിടുന്നില്ല, തിരിച്ച് ഞങ്ങളെ താപ്പോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ താഴെ വന്ന് ഞങ്ങളൊരു പനങ്കരിക്ക് അതൊക്കെ വാങ്ങിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് അതിൻ്റെ നൊങ്ങൊക്കെ വെട്ടി തിന്നിട്ട് നൈസായിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പാക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും അപ്പോഴത്തേനും ഒരു പരുവമായി കേട്ടോ. ഉദ്ദേശിച്ച പോലെ ഇതിനത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കൊള്ളത്തില്ല ശരിക്കും പറഞ്ഞാൽ. ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ആയുഷിനെ പറ്റിച്ച് കുടിപ്പിക്കാൻ നോക്കിയിട്ട് അതും നടന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നൊങ്ങ് വാങ്ങിച്ച്, പൈസ കൊടുക്കുന്നത് അനുവേട്ടൻ അത് കുടിച്ച്. അങ്ങനെ നൊങ്ങ് വാങ്ങിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇതെല്ലാം ഈ പുറത്തെ തൊലിയെല്ലാം കടിച്ചിളക്കിയിട്ട് നമ്മൾ തിന്നുക. പിന്നെ ഇവന്മാരുടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ വില പറഞ്ഞുറപ്പിക്കണം. ഞങ്ങളെ നല്ലോണം തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ വെളിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിന്നുകയാണെങ്കിൽ ആദ്യം തന്നെ അവരോട് വില പറയണം. വില പറഞ്ഞിട്ട് ഞാനീ തിന്നുന്ന ഉണക്ക് കടിച്ച് പറിച്ച് തിന്നാവും. അല്ലെങ്കിൽ അവസാനം ഇത് കടിച്ച് പറിച്ച് തിന്നിട്ട് അവർ കടിച്ച് പറിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും. അതുകൊണ്ട് ബി കെയർഫുൾ. അങ്ങനെ നൊങ്ങൊക്കെ കടിച്ച് പറിച്ച് തിന്ന് ഇച്ചിരി വിഷമത്തോടാണെങ്കിലും അവസാനം മൂന്നാറും ഇറങ്ങി. നല്ലൊരു ട്രിപ്പായിരുന്നു. പക്ഷേ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഒക്കെ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം. നമ്മൾ വിചാരിച്ച കണക്ക് സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ പതറില്ല രാമൻകുട്ടി. ഇനിയും നമ്മൾ വരും. ഇതുപോണൊക്കെ നമ്മൾ കടിച്ചു തിന്നും. നമ്മളിനി ഈ സ്ഥലത്തെല്ലാം പോകും. താങ്ക് യു ഫോർ വാച്ചിങ് അസ്.